നമുക്ക് കാസർഗോഡ് അവസാനത്തെ മണ്ഡലം കേരളമല്ല രാജ്യത്തെ BJP ഉറ്റുനോക്കുന്നത്. കേരളവും കർണാടകയൊക്കെ ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം നോക്കാം. KR ജയാനന്ദെ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചതും കണക്കുകൂട്ടലുകളോടെയാണ്. ആർക്കാണ് ട്രെൻഡ് എന്താണ്? AK മാഷഫ് UDF, K സുരേന്ദ്രൻ NDA. മഞ്ചേശ്വരം ട്രെൻഡ് ആക്ച്വലി നോക്കൂ, ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് നമ്മൾ ആരെ കണ്ടത്? ചന്ദ്രശേഖരനെ കണ്ടത്. K സുരേന്ദ്രൻ UDF, AK മഷറഫ്. അവിടെ മത്സരം NDA വേഴ്സസ് അവിടെ UDF. ഞാൻ AK മഷറഫിന് സാധ്യത കൽപ്പിക്കുന്നു. പക്ഷേ അവിടെ നിർണായകമായ സ്വാധീനം SDPA എന്ന ഫാക്ടറാണ്. SDPA വോട്ടുകൾ UDFന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിജയം സുരേന്ദ്രനൊപ്പം. എന്താണെന്നറിയാമോ, സുരേന്ദ്രനെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണാനേ ഇല്ല. അവിടെ LDF ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ UDF തോറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDF മാത്രമായിരിക്കും. കാരണം അവിടെ സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകും. നമ്മളില്ല എന്ന് പറഞ്ഞല്ല, കാസർഗോഡ് സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. BJPയും മാത്രമാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനും ഇദ്ദേഹവും മാത്രമാണ്. രാജഗോപാലിനൊക്കെ ഉണ്ടായ ഒരു മാത്രമല്ല, പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു ഫാക്ടർ AK മഷറഫിന് അനുകൂലമാണ്. എന്താണെന്നറിയുമോ? SIR എന്ന ഫാക്ടർ. ആ SIR എന്ന ഫാക്ടറിൽ പരമാവധി വോട്ടർമാരെ അതൊരു ഏകീകരണമാകും. പക്ഷേ SDP സ്റ്റിൽ ഡിസിസീവ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചുണ്ടിന് കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടതാണ് സുരേന്ദ്രൻ. അല്ല, BJP പറയുന്നതറിയോ, ജയിക്കുമെന്ന് SDPA സംസ്ഥാന നേതൃത്വം പറഞ്ഞത് മുസ്ലിം സംഘടനകളുടെ താല്പര്യപ്രകാരം ഞങ്ങൾ സ്ഥാനാർത്ഥി പിൻവലിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഭയക്കുന്നു എന്ന് തന്നെയാണ്. NDAയുടെ വിജയം ഭയക്കുന്നു. പക്ഷേ NDA വിജയിക്കുമെന്ന പ്രചരണം നൽകരുത് എന്ന് NDA കരുതുന്ന മണ്ഡലമാണ്. ജയിക്കുമെന്ന് പറഞ്ഞാൽ തോക്കും. അത് തന്നെ പാലക്കാട് കേട്ടോ. പാലക്കാട് വോട്ട് കൺസോളിഡേഷൻ വരും എന്നാണ്.